SIR-മായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളെ ഉപയോഗിക്കാനുള്ള ഒരു നീക്കം, അതിലിപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഒരു വിശദീകരണം പുറത്തിറക്കി. അതിൽ പറയുന്നത് അത് നിർബന്ധമല്ല എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നടത്തിയിട്ടുണ്ടോ? SIR-വുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമല്ല എന്നുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ വാദമൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമേ ഇല്ല. അതൊന്നും വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പോൾ SIR-വുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്താകെ തന്നെ വലിയ പ്രക്ഷോഭണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലും പിന്നെ അതേപോലെ തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിലും ഒക്കെ ഇരിക്കുന്ന പിന്നെ വിഷയമാണ്. ഒരു സംസ്ഥാനത്താണെങ്കിൽ ബംഗാളിലാണെങ്കിൽ ബഹുമാനപ്പെട്ട അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ ഇറങ്ങി പിന്നെ പരസ്യമായി പ്രതിഷേധിക്കുന്ന കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. നിരവധി ആൾക്കാർ ജോലിയുടെ ഭാരം കൊണ്ടും ഭീഷണി കൊണ്ടും ആത്മഹത്യ ചെയ്യുന്ന വക്കിലേക്ക് എത്തിയിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഒരു ഉത്തരവാദിത്വമില്ലാത്ത നിയമപരമായി യാതൊരു പിന്നെ ബലവുമില്ലാതെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഈ കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടി വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇത് ഒരു സ്ഥലത്തും കൂടിയാലോചന നടന്നിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് കൂടിയാലോചന നടന്നിട്ടില്ല. ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സ്വീകരിച്ചിരിക്കുന്നത്. 10 ദിവസം കുട്ടികൾക്ക് പരീക്ഷയാണ്. ഇത് കഴിഞ്ഞ പരീക്ഷയാണ്. കുട്ടികൾ ഈ ടെൻഷനിൽ പിന്നെ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി പറ്റുമോ? കുട്ടികളും ഈ പത്രവാർത്തയെല്ലാം വായിച്ച് ടെൻഷനിലായിരിക്കുമല്ലോ പോകുന്നത്. ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ന്യായീകരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുട്ടികളുടെ ജോലി പഠിക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഈ പിന്നെ തീവ്ര വോട്ടർ ലിസ്റ്റ് പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സഹായം ചെയ്യുന്നതിന് വേണ്ടി 5000-ഓളം വരുന്ന അധ്യാപകരെ അനധ്യാപകരെ ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അവിടെ അതും ഈ പരീക്ഷ സമയത്താണ് കൊടുക്കേണ്ടി വന്നിരിക്കുന്നത്. ഇനി ഈ 10-15 ദിവസം ലാസ്റ്റ് ടേമിൽ റിവിഷൻ സമയത്ത് പഠിപ്പിച്ച അധ്യാപകരുടെ സേവനമാണ് ആ കുട്ടികൾക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ അതിപ്പം കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ ഗസ്റ്റ് ലെക്ചറെയാണ് നിയമിച്ചിരിക്കുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കഴിഞ്ഞ പിന്നെ 5-6 മാസക്കാലം പഠിച്ച കാര്യങ്ങൾ റിവിഷനാണല്ലോ. അപ്പോൾ ഒന്ന് ഈ അധ്യാപകരെ തന്നെ വിട്ടുകൊടുത്തത് തന്നെ വളരെ പിന്നെ കടുത്ത ദ്രോഹമാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് ചെയ്തിരിക്കുന്നത്. അത് പിന്നെ നമുക്ക് നിസ്സഹകരണം എന്നുള്ള നിലയിൽ വിട്ടുകൊടുത്തു. അതിൽ കൂടാതെ ഈ കുട്ടികളെ പഠിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ന് മാത്രമല്ല ഒരു ഉത്തരവുണ്ട്. ക്ലാസ് ടൈമിന് ഒരു കുട്ടിയെപ്പോലും മറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പാടില്ല വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനുവാദമില്ലാതെ. ആ അനുവാദം അവർ ലംഘിച്ചിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷനാണെന്ന് വിചാരിച്ചിട്ട് നിയമം ലംഘിക്കാനുള്ള അധികാരാവകാശമൊന്നുമില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് സംബന്ധിച്ചോളം. അതിന് ഘടകവിരുദ്ധമായിട്ടൊന്നും പിന്നെ കൂലിവേല ചെയ്യുന്നതിന് വേണ്ടിയൊന്നും വിദ്യാർത്ഥികളെ വിളിച്ചുകൊണ്ട് പോകേണ്ട ഒരു കാര്യമില്ല. അതൊന്നും അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. അത് ഏത് ഇലക്ഷൻ കമ്മീഷനായിരുന്നാലും.